തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് കുന്നിൻ്റെ മുകളിലുള്ള ഒരു ക്ഷേത്രമുണ്ട്. ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം കേരള പളനി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് തൃശ്ശൂർ മൊത്തം കാണാൻ പറ്റും. എന്തു ഭംഗിയുള്ള കാഴ്ചയാണെന്നറിയോ? ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അമ്പലം അവിടെ ഉണ്ട് എന്ന് തോന്നുകയില്ല. അങ്ങനെ ഒരു സ്ഥലത്തായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. 240 പടികൾ കയറിയാലാണ് നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റുക. തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു അമ്പലമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിനെ കേരള പളനി എന്ന് വിളിക്കുന്നത്. ഒന്നാമത് ഇത് കുന്നിൻ്റെ മുകളിൽ സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ. പിന്നെ ഈ ക്ഷേത്രം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെയാണ് ഓർമ്മ വരിക. നമുക്കൊരിക്കലും ഇത് തൃശ്ശൂരുള്ള ഒരു അമ്പലമാണെന്ന് തോന്നുകയില്ല. ഇതിൽ ഒരുപാട് എന്താ പറയുക, ഈ അമ്പലത്തെക്കുറിച്ചുള്ള ചരിത്രമോ അല്ലെങ്കിൽ അതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്ക് നിശ്ചയമില്ല. ഈ അമ്പലത്തിന് വളരെ യാദൃശികമായിട്ടാണ് ഞാൻ ഈ അമ്പലത്തിൽ എത്തിപ്പെട്ടതും എനിക്ക് ഇനിയും പോകുന്നുള്ള ആഗ്രഹമാണ്. ഇനി പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ കൂടുതലായിട്ട് ഈ അമ്പലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെ പഴനിയിലുള്ളത് പോലെ തന്നെ തലമുണ്ടനം ചെയ്യാനുള്ളൊരു ഹോളും എല്ലാം ഉണ്ട്. കിഴക്കോട്ട് ദർശനമായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതിന് പുറമെ ശിവൻ, പാർവതി, ഗണപതി, ഹനുമാൻ, ശ്രീരാമസ്വാമി, അങ്ങനെ ഒരുപാട് ഉപപ്രതിഷ്ഠകളുണ്ട്. സാധാരണയായിട്ട് എല്ലാ ദിവസവും രാവിലെ 5:30 ഈ അമ്പലം തുറക്കുന്നതെന്നാണ് പറഞ്ഞത്. 10 വരെ ഉണ്ടാവും. വൈകുന്നേരം ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്കൊക്കെയാണ് തുറക്കാൻ തോന്നുന്നു. അത് ഉറപ്പില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും വളരെ മനസ്സിന് സന്തോഷം തന്നു ഈ അമ്പലത്തിലെ ഈ ദർശനം.